കായംകുളം നഗരസഭ ശതാബ്ദി സ്മാരക കവാടത്തിന് ശിലാസ്ഥാപനം നടത്തി. അഡ്വക്കേറ്റ് യു പ്രതിഭ എം.എൽ.എ. ശിലാസ്ഥാപനം നിർവഹിച്ചു. കായംകുളം നഗരസഭ ശതാബ്ദി സ്മാരക കവാടത്തിന്റെ ശിലാസ്ഥാപനം അഡ്വക്കേറ്റ് യു പ്രതിഭ എം.എൽ.എ. നിർവഹിച്ചു. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ ഇവിടെ പറഞ്ഞു, കായംകുളം നഗരസഭ ഇപ്പം ജില്ലയിൽ ഒന്നാമതും സ്റ്റേറ്റിൽ രണ്ടാമതുമായി ഏറ്റവും മികവാർന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ നഗരസഭയെ എത്തിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രയത്നിച്ച പ്രിയങ്കരിയായിട്ടുള്ള നഗരസഭാ ചെയർപേഴ്സൺ. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു. ഐടിയുടെ സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടിക്രമവും പൂർത്തീകരിച്ച് അതിന്റെ വസ്തു ഉടമകളുമായിട്ട് സംസാരിച്ചു. അവർക്ക് കുറച്ചുകൂടി പൈസ ഒന്ന് കൂട്ടി കൊടുക്കണമെന്നാണ് അവരുടെ ആവശ്യം. നെഗോഷിയേഷൻ വഴി വേണ്ട. അപ്പോൾ അത് നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നാണ് സെക്രട്ടറി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ കഴിയും. നമ്മുടെ അതിനുള്ള ഫണ്ട് നേരത്തെ കളക്ടറുടെ അക്കൗണ്ടിലായിരുന്നു. കളക്ടറുടെ അക്കൗണ്ടിൽ നിന്ന് ജില്ലാ ട്രഷറിയിലേക്ക് അടച്ചു. അവിടെ നിന്ന് ഫിനാൻസിലേക്ക് സംസ്ഥാന ട്രഷറി അക്കൗണ്ടിൽ പോയി. അവിടെ നിന്ന് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണെങ്കിൽ ആ ഫണ്ട് നമ്മുടെ ഇപ്പം നഗരസഭയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പദ്ധതികൾ ഇതിനോടകം നടന്നു വരികയാണ്. മികവാർന്ന പരിപാടികളിലൂടെയും ക്ഷേമപരമായ പദ്ധതികളിലൂടെയും നഗരസഭ മികച്ച രീതിയിൽ മുന്നോട്ടു പോവുകയാണെന്നും ശശികല പറഞ്ഞു. ഈ സാമ്പത്തിക വർഷവും ഇതുവരെയുള്ള കണക്കുപ്രകാരം ജില്ലയിൽ തന്നെ പദ്ധതി നിർവഹണത്തിൽ കായംകുളം നഗരസഭ ഒന്നാമതാണ്. നഗരസഭയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ നഗരസഭയുടെ ഓരോ നേട്ടങ്ങളും ഓരോരുത്തർക്കും സന്തോഷം ഉളവാക്കുന്നതാണ്. ചടങ്ങിൽ വൈസ് ചെയർമാൻ ജെ ആദർശ് സ്വാഗതം ആശംസിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എസ് സുൾഫീഖർ, മായാദേവി, എസ് കേശുനാഥ്, ഫർസാന ഹബീബ്, ഷാമില അനിമോൻ, കൗൺസിലർമാരായ റജീമാവനാൽ, ആർ ബിജു, ഷെമിമോൾ, അമ്പിളി ഹരികുമാർ, രാജശ്രീ കമ്മത്ത്, ഗംഗാദേവി, വിജയശ്രീ, സൂര്യ ബിജു, ബിനു അശോക് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.